ഹലോ, ഹലോ. വെൽക്കം ബാക്ക് ടു വെൽക്കം ബാക്ക് ചാനൽ ടു അവർ എന്നൊക്കെ ചാനൽ. പറയണം. അപ്പോൾ നമ്മൾ ഇവന്റെ ഷോർട്സ് ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവനെ ആഹാരം അയ്യോ. കൊടുക്കാനായിട്ട് പിടിച്ചിരുത്തിയിട്ട് ആഹാരം കൊടുത്തില്ല, ആഹാരം കൊടുക്കാൻ ലേറ്റായി, നിങ്ങൾ എങ്ങനെ എന്നെ ട്രീറ്റ് ചെയ്യണം, നിങ്ങൾക്ക് ഭക്ഷണം തന്നിട്ട് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ എന്നുള്ള ലെവലിലാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു മറുപടിയാണത്. ഇവനെ ഇവൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ്. ഇവനെ നമ്മൾ ചോറ് അടുത്ത് കൊണ്ടുവരുമ്പോഴേ, എന്ന് വെച്ചാൽ ഇവന് മുന്നേയും ഞാൻ വേറെ നായ്ക്കളെ വളർത്തിയിട്ടുണ്ട്. അപ്പോൾ ആ അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒന്നും എന്ന് വെച്ചാൽ ഇവനെ ഇപ്പം ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, അതുപോലെ ആഹാരം കൊണ്ട് വെച്ചിട്ട് നമ്മൾ പറഞ്ഞാലേ എടുത്ത് കഴിക്കുള്ളൂ, അങ്ങനെയൊക്കെയാണ് ചെയ്തേക്കുന്നത്. മറ്റ് പട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഹാരം കൊണ്ടുവരുമ്പോഴേ ഇവര് ചാടി നമ്മുടെ കയ്യിൽ നിന്ന് ഈ പാത്രം എല്ലാം പിടിച്ചു വാങ്ങുകയും തട്ടിമറിച്ചിടുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവനെ നമ്മൾ അങ്ങനെ ട്രെയിൻ ചെയ്തെടുത്തത്. അപ്പോൾ അത് ട്രെയിൻ ചെയ്തെടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയണേ. കാരണം പിന്നെ ഞാൻ ഇനി അങ്ങനെ പറഞ്ഞതുകൊണ്ട് അത് എന്താ പറയാ, ആരെയും ഇതാക്കുന്നതല്ല, ആരെയും മോശം പറയുന്നില്ല. നിങ്ങളുടെ എല്ലാ അഭിപ്രായം നമ്മൾ കേൾക്കുന്നുണ്ട്, നിങ്ങളെ എല്ലാ അഭിപ്രായം നമ്മൾ കേൾക്കുന്നുണ്ട്. അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നോക്കുന്നത്. പക്ഷെ അത് ഒരിക്കലും ഇവനെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവൻ ഇപ്പൊ ഈ കാണിക്കുന്നുണ്ടല്ലേ, നമ്മൾ അടുത്തിരുന്നാൽ തന്നെ അത്രയും അവനെ ആ രീതിക്കൊന്നും നമ്മളൊന്നും പറയത്തോ ചെയ്യത്തോ ഒന്നുമില്ല, അതിനൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ആഹാര രീതിയിൽ അതങ്ങനെ ചെയ്തേക്കുന്നത് തന്നെയാണ്. അങ്ങനെ ട്രെയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ പാത്രം മറിഞ്ഞു പോകാൻ, ആഹാരം ആർക്കും വേണ്ടാതെ പോകും. അവനെ പിന്നെ അത് എടുത്ത് കഴിപ്പിക്കാനും പറ്റത്തില്ല. ഇങ്ങനെ കഴിപ്പിക്കണമെന്ന് നമുക്ക് ഇഷ്ടമല്ല. അവൻ്റെതായ പ്ലേറ്റിൽ അവനുള്ള ഫുഡ് കൊടുക്കുന്നുണ്ട്. അതിപ്പം കുറെ പേര് ചോദിച്ചിട്ടുണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് എങ്ങനെ ചെയ്യാം. മക്കൾക്കും ശ്രദ്ധിച്ച് തന്നെയാണ് കൊടുക്കുന്നത്. അവന് കൊടുക്കുന്ന അതേപോലെ ഉള്ള കെയർ, അവന് പ്രത്യേകിച്ച് കറിയും കാര്യങ്ങളും ചോറും എല്ലാം ചേർത്ത് തന്നെയാണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ എത്ര പേര് അവിടെ കമന്റ് ഇട്ട് എത്ര പേര് ഇതിന് മുന്നേ ഉള്ള വീഡിയോസ് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. നമ്മളൊക്കെ കഴിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ടാണ് അവന് ഓണസദ്യ അടക്കം കൊടുത്തിട്ടുള്ളത്. അവന് ബർത്ത്ഡേക്കും അവൻ എല്ലാത്തിനും അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യുന്നത്. അവൻ ഒരിക്കലും അവൻ ഹൈപ്പറാണ്. അവനെ അപ്പം നമ്മൾ അങ്ങനെ അടത്തി, അത് ഹൈപ്പർ ആയതിന്റെ പേരിൽ അവനെ നമ്മൾ എടുത്തിട്ട് അടിക്കുകയോ അങ്ങനെ അങ്ങനെ ഇങ്ങനെ പിടിച്ച് അമർത്തി വെക്കുകയൊന്നും ചെയ്യില്ല. അവനെ ഫ്രീ ആയിട്ട് വിട്ടേക്കുകയാണ്. അതെ, അത് കുഞ്ഞിലേ തൊട്ടേ അങ്ങനെ ഇരുത്തി ശീലിപ്പിച്ചതാണ്. അത് ഇനി അതെ, വ്യൂസ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണമെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ ചാനൽ ഈ വ്യൂസ് എന്ന് പറയുന്ന സാധനം നമ്മൾ മറച്ചു വെച്ചേക്കുന്നതൊന്നുമല്ല, ആർക്ക് വേണമെങ്കിലും കയറി നോക്കിയാൽ അറിയാം. ഇനി അങ്ങനെ അറിയണം എത്ര എത്ര ഇതിൽ മോണിറ്റൈസ് ആയി എന്ന് ഡൗട്ട് ഉള്ളവർക്ക് വന്നാൽ മതി. അതിൽ ഡി എമ്മിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആരെങ്കിലും അത് അയച്ചു തരാം. നിങ്ങളുടെ മെയിൽ ഐ ഡി തന്നാൽ മതി. അതെ, ഞങ്ങൾ ചാനൽ തുടങ്ങിയത് തന്നെ എന്താ പറയാ, നമ്മുടെ ഫോണിലൊക്കെ തികയാതെ ഇതുപോലുള്ള മെമ്മറീസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുമ്പോൾ അത് ഒന്ന് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിക്കാണ് ചാനൽ തുടങ്ങിയത്. അല്ലാതെ അതൊന്ന് മോണിറ്റൈസ് ചെയ്യുക, അത് മോണിറ്റൈസ് ആയാലും സന്തോഷം, അത്രേ ഉള്ളൂ. എന്നുവെച്ചാൽ ഇതിപ്പം പുള്ളിക്കാരിയാണെങ്കിലും ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ഇപ്പം വേറെ പറയത്തക്ക വലിയ ബാധ്യതകളൊന്നുമില്ല, ഉണ്ട്, ലോണ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഇത് പക്ഷേ യൂട്യൂബ് ഒരിക്കലും അങ്ങനെ ഒരു സംഭവം, അത് മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ വരുമാനമാണ് അതിന്റെ പ്രധാന മാർഗം എന്നുള്ള രീതിക്കല്ല നമ്മൾ യൂട്യൂബിനെ സമീപിച്ചിരിക്കുന്നത്. കണ്ട, ഫോണടക്കം പറിച്ചോണ്ട് പോകുന്ന കണ്ടീഷൻ നോക്കുന്നുണ്ടോ. ഇരിക്കും അവിടെ, ഇങ്ങനെ ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കും. അപ്പം നമ്മൾ കയ്യിലിരിക്കുന്ന കമ്പ എങ്ങോട്ടാക്കിയാലും ഒന്നും ചെയ്യത്തില്ല. കാരണം അത് ഇരിക്കാൻ പറഞ്ഞ് അവനെ എന്താ ക്വയറ്റ് ആക്കുന്ന, അല്ലെങ്കിൽ അവനെ കംഫർട്ട് ആക്കുന്ന ഒരു പൊസിഷനാണ്. അല്ലാതെ അവനെ നമ്മൾ അങ്ങനെ ഭീഷണിപ്പെടുത്തി ചോറ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊന്നും അങ്ങനെ ചെയ്യുന്നതല്ല. അവൻ ഇനി അടുത്ത ക്യാമറയിലേക്കാണ് നോക്കുന്നത്, ക്യാമറ കടിച്ചു പിടിക്കാനാണ് നോക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഈ നമ്മൾ അതിൽ കേട്ട കമന്റ്സ് ഭയങ്കര എന്ന് പറഞ്ഞാൽ, നിന്നെയൊക്കെ ഇതുപോലെ ചോറ് തരാതിരുത്തണം, ചോറ് ഇട്ട് ഇലയിട്ട് വിളമ്പിയിട്ട് നിങ്ങളെ അതുപോലെ നായ്ക്ക് കൊടുക്കുന്ന പോലെ കൊടുക്കണം. നമ്മൾ നായ്ക്ക് കൊടുക്കുക എന്നുള്ള രീതിക്ക് പോലും അങ്ങനെ പോലും കണ്ടിട്ടില്ല. നായ്ക്ക് കൊടുക്കുക എന്നുള്ളൊരു പ്രയോഗം തന്നെ ഇവിടെ പ്രവൃത്തിയിൽ വരുന്നില്ല. കാരണം അവനെ ഇതേപോലെ ഒരുമിച്ചിരിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ പട്ടിയെ വളർത്തുന്നവരൊന്നും അങ്ങനെ ഇരുത്തി തന്നെ കാണുന്നത് വളരെ കുറവാണ്. എന്നുവെച്ചാൽ ആ രീതിക്ക് കാണുന്നവർക്ക് ഇങ്ങനെ ഒരുമിച്ചിരിക്കാനോ അവരോട് കളിക്കാനോ എടുക്കാനോ ഒക്കെ പറ്റത്തുള്ളൂ. ഞാൻ ഫോണ് പുറത്തേക്ക് മാറ്റിയില്ലെങ്കിൽ ഇനി അത് അവൻ കൊണ്ടുപോകും. അവൻ ആ കയ്യിരിക്കുന്ന സാധനം എവിടേക്കും എറിഞ്ഞു കൊടുക്കണം, അത് പോയി എടുത്തിട്ട് അവന്റെ എന്റർടൈൻമെന്റ് കാണും. അതിനാണ് അവൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇരിക്കും അവിടെ എന്ന് പറഞ്ഞാൽ അവൻ ഇരിക്കുള്ളൂ. എവിടെയാണോ നമ്മൾ പറയുന്ന ആ സ്ഥലത്ത് അവൻ ഇരിക്കണം. കിടക്കാൻ പറഞ്ഞാൽ കിടക്കും. ഉണ്ടോ, കിടന്നുണ്ടോ. പിന്നെ അവൻ ഞങ്ങൾ നായയെ കണക്ക് ട്രീറ്റ്
ചെയ്യണമെങ്കിൽ നമ്മൾ എടുത്തു വെച്ച് അവരെ ഇങ്ങനെ ലാളിക്കുന്ന വീഡിയോസ് നേരത്തെ ഇട്ടിട്ടുണ്ട്. നമ്മൾ കുറെ വീഡിയോസ് ഉണ്ട്. അപ്പം ചാനൽ തുടങ്ങുമ്പോൾ എന്തായാലും അവന്റെ വീഡിയോസ് കൂടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചാനൽ ഇടുന്നതാണ്. ഫോൺ മെമ്മറി ഒക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്. ഫുൾ ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വീഡിയോസും ഒക്കെ പോകും കുറെ നാൾ കഴിയുമ്പം. ചാനൽ തുടങ്ങുന്ന ഉപയോഗമുണ്ട്. എല്ലാവരും വീഡിയോസും കാര്യങ്ങളും അങ്ങനെ കിടക്കും. അപ്പൊ തന്നെ ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം അവന്റെ ഇവിടുത്തെ പ്രവർത്തി. ഇതിനകത്ത് ഈ ഫോണിൽ ബാക്ക് ക്യാമറ ഇടാൻ പറ്റത്തില്ല. എന്റെ ഫോണിൽ ബാക്ക് ക്യാമറ ഇടാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. കണ്ട ഇപ്പൊ തന്നെ അവന്റെ വേലത്തരം കണ്ടോ. ലിയോ 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 എന്താ അവൻ ആ കമ്പം വെച്ച് ഫുള്ള് പ്രശ്നക്കാരനാണ്. അവര് ആഹാര രീതി ഭയങ്കര എന്താ പറയാ എന്താണ് എന്ത് കണ്ടാലും അവർക്ക് ഭയങ്കര പർട്ടിക്കുലർ ഒരു ഭക്ഷണം എന്ന് പറഞ്ഞ ഒരു സാധനമില്ല. അവരെല്ലാം കഴിക്കും, എന്തും കഴിക്കും, എത്ര വേണമെങ്കിലും കഴിക്കും. വയററിഞ്ഞ് അങ്ങനെ കഴിക്കുന്ന ഒരു ശീലമുള്ളതല്ല. എന്നിട്ട് പോലും നമ്മൾ അവനെ തുറന്നിടുന്ന ഇപ്പൊ അവിടെ ഇരുന്ന് തടി കടിച്ച് കളിക്കുന്നതല്ല, കഴിക്കും അവൻ. മുട്ടത്തോട് കഴിക്കും, അതെല്ലാം കഴിക്കും. അതുകൊണ്ടാണ് അവൻ നമ്മൾ കുറച്ചെങ്കിലും സ്ട്രിക്റ്റ് ആയിട്ട് പിടിച്ചു നിർത്തിക്കുന്നത്. അതുകൊണ്ടാണ് പറ്റുള്ളൂ അവന് കഴിക്കുന്ന സാധനത്തിന് അങ്ങനെ സിറ്റ് പറഞ്ഞ് അല്ലെങ്കിൽ അവനെ ഇരുത്തി. അന്ന് ഞാൻ ഇട്ട വീഡിയോയിൽ അവനെ സിറ്റ് പറഞ്ഞ് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ തന്നെ കാരണം ഞാൻ ഫുഡുമായിട്ട് വന്നപ്പോൾ എന്നെ തള്ളിയിട്ട് അവൻ ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിച്ചു. അതുകൊണ്ടാണ് അവനെ ഇരുത്തിയിരുന്നത്. ആ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ ഇറങ്ങി എന്തിന് ചാടി എന്തിന് ഞാൻ ചോദിക്കുന്നുണ്ട്. കാരണം അങ്ങനെയുള്ള സിറ്റുവേഷൻ മാത്രം നമ്മളോട് ഇരുത്തിക്കണം. കുറച്ച് ഒന്ന് കാമായിട്ട് ശേഷം കൊടുക്കുള്ളൂ. അതങ്ങനെ തന്നെയാണ് കൊച്ചിനെ ശീലിച്ചിരിക്കുന്നത് ഇപ്പോഴും. അപ്പൊ ആ ശീലം അവൻ തന്നെ ഉണ്ട്. അവൻ വന്ന് പറഞ്ഞ് ഫുഡ് കാണുമ്പോൾ അവിടെ ഇരിക്കും. നമ്മൾ പറയുന്നതിന് മുന്നേ അവൻ ഇരിക്കും. ആരും വെയിറ്റ് ചെയ്യണല്ലോ. അല്ലാതെ ഇരിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഇരിക്കുന്നു. ഫുഡ് കഴിഞ്ഞാൽ അവൻ ഇരിക്കും. അല്ലാതെ നമ്മളിപ്പോ കളി മൂടി നിൽക്കുകയാണെങ്കിൽ അവൻ ഇരിക്കത്തില്ല. അല്ലെങ്കിൽ അവൻ ഇരിക്കാൻ പറഞ്ഞിരിക്കും. അപ്പോ അതിൽ ഒരുപാട് ഹേറ്റ്ഫുൾ ആയിട്ടുള്ള കമന്റ്സ് കണ്ടു. ഞാൻ സത്യം പറഞ്ഞതാ ഇന്നാണ് കണ്ടത് ആ വീഡിയോസിലെ കമന്റ്സ്. എല്ലാത്തിനും സ്നേഹം മാത്രമേ അവന്റെ ആർക്ക് വേണോ നെഗറ്റീവ് എല്ലാം ഇടാം. നമ്മുടെ സൈഡിൽ നിന്ന് പറയണമല്ലോ. അത് റോങ് ആയിട്ടുള്ള ഒരു ഇംപ്രഷൻ ഉണ്ടെങ്കിൽ അതിന് ഒരു മറുപടി ആയിട്ട് ഈ വീഡിയോ കാണാം എന്നുള്ള കാര്യം. ഇതിൽ ഈ ഒരു കാര്യത്തിൽ എനിക്കൊന്ന് കറക്ഷൻ വേണ്ടി വരുന്നില്ല. ഇരുന്ന് പിടിച്ചു വാങ്ങുന്നവരെ അതും കൊണ്ട് നടക്കും. തരത്തേയില്ല. അങ്ങനെ നമ്മൾ എല്ലാത്തിനും അവനെ അങ്ങനെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ ഒരു പട്ടിയെ പോലെ കാണുന്ന ഒരു സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ അവൻ ഇതേപോലെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നുവെച്ചാൽ അങ്ങനെയുള്ള വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇത് എന്റെ ഒരു മോനാണ് ഇതും. അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അവനെ ശിക്ഷിക്കേണ്ടത് എന്ന് വെച്ചാൽ വഴക്ക് പറയുന്നതിന് വഴക്ക് പറയുകയും ചെയ്യും. വഴക്ക് പറയേണ്ടതിന് വഴക്ക് പറയും. ആഹാരം അങ്ങനെ ഇങ്ങനെ എല്ലാം അതേപോലെ തന്നെയാണ് നോക്കുന്നത്. അവനെ നമ്മൾ വണ്ടിയിൽ കൊണ്ടുപോകാറുണ്ട് എവിടെയെങ്കിലും ഒക്കെ പോകുന്ന സമയത്ത്. അപ്പോൾ അത് അവനെയും ഇവനെയും ഒന്നും വേറെ ആയിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ കമന്റ്സിനെല്ലാം താങ്ക്സ്. എല്ലാവരുടെയും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നെഗറ്റീവ് കമന്റ്സ് ഇടുക, പോസിറ്റീവ് കമന്റ്സ്. അതെ എല്ലാ കമന്റ്സിലൂടെ അറിയിക്കും. അല്ല, അത് റിട്രീവർ എന്ന് പറയുമ്പോൾ അത് തന്നെയാണ്, ഗോൾഡൻ റിട്രീവർ. പണ്ടൊക്കെ കാലത്ത് എനിക്ക് തോന്നുന്നു വേട്ടയ്ക്ക് കൊണ്ടുപോകുന്ന നായ്ക്കളായിരുന്നു. ഒരു വേട്ട ചെയ്ത് ഇടുന്ന എന്ന് വെച്ചാൽ പക്ഷികളെയൊക്കെ വെടിവെച്ചോ അല്ലെങ്കിൽ അമ്പെയ്തോ വീഴ്ത്തുന്നതിനെയൊക്കെ പോയി റിട്രീവ് ചെയ്തുകൊണ്ട് വരിക, തിരിച്ചെടുത്തോണ്ട് വരിക എന്നുള്ളൊരു പ്രധാന വിനോദം ആയിട്ട് കൊണ്ടിടുന്ന പട്ടികളായതുകൊണ്ടാണ് ഇവരെ റിട്രീവർ എന്ന് വിളിക്കുന്നത്. അതും കൊണ്ട് നടക്കുകയാണ്. ഇനി തരത്തില്ല, അതും കൊണ്ട് തരത്തില്ല. അങ്ങനെ നമ്മൾ എല്ലാത്തിനും അങ്ങനെ പറഞ്ഞ് അനുസരിപ്പിക്കുന്നതാണെങ്കിൽ ഇവനെ എല്ലാത്തിനും എന്ന് വെച്ചാൽ ഇപ്പം അവനെ ഞാൻ ഇത് കൊണ്ടുവരുന്ന ഇവിടെ താടാന്ന് പറഞ്ഞാൽ തരും. ആ രീതിക്കൊന്നും നമ്മളെ ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യുകയില്ല, അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക. നിങ്ങളെ കമന്റുകൾ ഇങ്ങനെയുള്ള കമന്റുകൾ നമ്മൾ നോക്കും. റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവനെ പറ്റി പറഞ്ഞുകൊണ്ട് നമ്മൾ റിയാക്ട് ചെയ്യുന്നേ ഉള്ളൂ. ഞങ്ങളെ പറ്റി എന്ത് പറഞ്ഞാൽ ഞങ്ങൾ റിയാക്ട് ചെയ്യത്തില്ല. ഇവനെ പറ്റി ഇല്ലാത്തതും ഞങ്ങളെ പറ്റി അതോ റിലേറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങൾ റിയാക്ട് ചെയ്താണ്. അതിന്റെ ആവശ്യമില്ല. റിപ്പോർട്ട് ചെയ്ത് അടച്ചു കഴിഞ്ഞാൽ 10 പേര് റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ ക്ലോസ് ആയി പോകുന്ന ഒരു സംഭവമാണ് ഇതെന്ന് നമുക്ക് കൃത്യമായ ബോധമുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള തെറ്റായിട്ടുള്ള ഒരു സാധനം അത് മൊത്തം കടിച്ചു കഴിഞ്ഞാൽ അവിടെ കിടന്നിട്ട് അതിനിപ്പോ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ അവ ഇപ്പൊ അത്രയും കടിച്ചു അതിന് പറഞ്ഞു കള പ്ലാസ്റ്റിക് മൊത്തം വെച്ചു. അതുകൊണ്ട് ഇവനെ നമുക്കൊരു നയത്തിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കണ്ടോ, വിടത്തില്ല അവൻ. എന്താ നോക്കണ്ട വീഡിയോട്ട് അതിന്റെ ഇടയിൽ കൂടെ കണ്ടു നോക്കണം. അവൻ കളിക്കാനാണെന്നുള്ള മൂഡിൽ നിൽക്കുന്നവൻ. വിട്ടോട് വീടില്ലയോ, പല്ല് പോവും. അപ്പൊ ശരി, ഇത്രയൊക്കെ നമ്മൾ ആ ഒരു വീഡിയോ നീ കണ്ടോണ്ട് ഞാൻ വെച്ചാൽ ജസ്റ്റ് ഒന്ന് എല്ലാം നമുക്ക് കമന്റ് ചെയ്തിട്ട് റിയാക്ഷൻ വീഡിയോ ഇടാൻ വിചാരിച്ചിട്ടാണ്.